K-Math aptitude and reasoning ആണ് ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്നത്. You know me maybe from that day session, but still my name is Daniel Francis. വീട് തൃശ്ശൂർ. എഞ്ചിനീയറിംഗ് ആണ് ഞാൻ ചെയ്തത്. IES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചിറ്റലപ്പള്ളി. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? IES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചിറ്റലപ്പള്ളി. അവിടെ എഞ്ചിനീയറിംഗ് ചെയ്തതാണ്. 2012 പാസ് ഔട്ട് ആണ്. I did ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് EC. അറിയാലോ, പറയുന്നത് ഈസി അല്ല. ഓക്കെ. ആൻഡ് ദെൻ ഐ സ്വിച്ച് ടു IT ഫീൽഡ് വർക്ക് ചെയ്തു. ബാങ്ക് എക്സാം നടത്തുന്ന, ബാങ്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു കമ്പനിയിൽ പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ആസ് എൻ IT കോർഡിനേറ്റർ. സബ്ജക്ട്സ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡീൽ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിംഗ്. വി റിയലി നീഡ് എ ഹെൽത്തി മൈൻഡ്. ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന പോലെ ആവരുത്. Okay, we'll be just going through a small intro towards aptitude and reasoning. Okay, Kerala Met entrance June 2020. Kerala Met entrance. K-Mat മുമ്പ് നമ്മുടെ കർണാടക മാറ്റാണ് കൂടുതൽ നമ്മൾ K-Mat എന്ന് പറയുമ്പോൾ ജനറലൈസ് ചെയ്യാറ്. ഈവൻ ടുഡേ if you search for K-Mat, they will be showing you pages of Karnataka Mat entrance exam. Kerala Mat തുടങ്ങിയിട്ട് അധികം വർഷമായിട്ടില്ല. Since it's been not a while since we have centralized the admissions through the state government window. ഏറ്റവും ഈസി ഫോർമാറ്റ് ഓഫ് എക്സാം എന്ന് നമ്മൾ CMAT-നെ പറയാറ്. ബിക്കോസ് നമ്മൾ ടൈമായിട്ട് കമ്പയർ ചെയ്യുക. ടൈം മാനേജ്മെൻറ്റ് ഇസ് one of the most important factors in competitive examinations. ഗവൺമെൻറ് ജോലിക്കുള്ള PSC എക്സാം ആയാലും SSC എക്സാം ആയാലും എൻട്രൻസ് എക്സാം ഓഫ് MBA, K-Mat, MAT, CAT ഇതൊക്കെ ആയാലും പിന്നെ ഇതാ ബാങ്ക് എക്സാംസ്, IBPS ബാങ്ക് എക്സാം, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കാണുന്ന കോമ്പറ്റീറ്റീവ് എക്സാംസ്. ഇവിടെയൊക്കെ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ്. സോ നമ്മുടെ ഇന്ന് ആദ്യത്തെ സെഷൻ, ആദ്യത്തെ ക്ലാസ് I would take to tell you the importance of time management through questions. Definitely ചുമ്മാ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് മോട്ടിവേഷൻ സ്പീക്ക് തരാൻ വേണ്ടിയിട്ടല്ല. ക്വസ്റ്റ്യൻസിലൂടെ, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനിലൂടെ എങ്ങനെയാണ് നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ ഫേസ് ചെയ്യേണ്ടത്, ദി അപ്രോച്ച് ദാറ്റ് വി ഷുഡ് ബി ഗിവിങ്. ഞാനൊരു ക്ലാസ് എടുക്കുന്നതിനേക്കാളും മുമ്പ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ആവശ്യപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. ആറ്റിറ്റ്യൂഡ്, സീരിയസ്നെസ്. ഇന്ന് ആദ്യത്തെ ദിവസം മാത്രമായതുകൊണ്ടോ വീട്ടിൽ പാരൻസ് നിർബന്ധിച്ചുകൊണ്ടോ ഇതൊന്നും ആവരുത്. യു ആർ ലൈക്ക് ഗ്രോൺ അപ്സ്, 21-22 years old. ഇറ്റ്സ് യുവർ ചോയ്സ് ടു ടേക്ക് MBA. ഇറ്റ്സ് യുവർ ചോയ്സ് ടു നോ ദ സീരിയസ്നെസ് ഓഫ് കേരള മാറ്റ് എക്സാം. നിങ്ങളുടെ ചോയ്സ് കൊണ്ട്, നിങ്ങളുടെ നിർബന്ധം കൊണ്ട് മാത്രം വന്നിരിക്കേണ്ടതാവണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ടൈം മാനേജ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഒന്ന്. രണ്ട്, what we are right now as degree level students, graduate ലെവലിൽ നിങ്ങളുടെ അറിവനുസരിച്ച് നമ്മുടെ ഇത്ര ലെവലിൽ ഒരു ഗ്രാജുവേറ്റ് ലെവലിൽ സ്റ്റുഡൻസ് എല്ലാവരും ഞാൻ ചോദിച്ചു, എല്ലാവരും BCom, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അവിടെ ഉണ്ടായിരുന്നല്ല, ഇവരൊക്കെ വന്നിരിക്കുമ്പോൾ റൈറ്റ് ആൻഡ് മെയിൻ. സോ ഇങ്ങനെ പല ഫീൽഡിൽ നിന്ന് വന്നിരിക്കുമ്പോൾ വാട്ട് യു വേർ ബിഫോർ ഡിഗ്രി, 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ഡിഗ്രിക്ക് വന്ന് നിങ്ങൾ ഇരിക്കുമ്പോൾ അതുവരെ ഏറെക്കുറെ നിങ്ങൾ കോമൺ ആയിരുന്നു. ഏറെക്കുറെ നിങ്ങളുടെ ലെവൽ ഓഫ് തിങ്കിങ്, IQ ഏറെക്കുറെ കോമൺ ആയിരുന്നു. നോട്ട് ടോട്ടലി കോമൺ, ഏറെക്കുറെ. വൈ? 10th വരെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചതായാലും ICSEയിൽ പഠിച്ചതായാലും CBSEയിൽ പഠിച്ചതായാലും ഏറെക്കുറെ ഒക്കെ ബൈ ഹാർട്ട് ചെയ്തിട്ട് എക്സാം എഴുതുന്ന ഒരു സിസ്റ്റം അല്ലേ. പക്ഷെ ഡിഗ്രിയിൽ കയറിയ ശേഷം യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ എഴുതിയിട്ട് വരുന്ന ഒരു അവസ്ഥ, യൂണിവേഴ്സിറ്റി എക്സാംസ് എഴുതിയിട്ട് ഒരു ഡേറ്റ് പറയുന്നു, സെഷണൽ എക്സാം, പിന്നെ ഒരു ഡേറ്റ് പറയുന്നു, യൂണിവേഴ്സിറ്റി എക്സാം. സത്യം പറഞ്ഞാൽ 21-ാം തീയതി എക്സാം എന്ന് പറയുമ്പോൾ 20-ാം തീയതി ഉച്ചയ്ക്കാണ് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ പോവുക. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ഗേൾസൊക്കെ ഭയങ്കര ബുദ്ധീസായിരിക്കും. ഒരു ചോദ്യം നമുക്ക് 2ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ 3ാം ക്ലാസ്സിലൊക്കെ ഫേസ് ചെയ്തൊരു ചോദ്യം, നമുക്ക് അധികം തുടങ്ങാം. രാമു ഗോസ് ടു ദി മാർക്കറ്റ്. രാമു ഓർമ്മയില്ലേ? മാത്സ്
പേപ്പറിൽ 2ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ് മിസ്റ്റർ രാമു. സോ രാമു ഗോസ് ടു ദി മാർക്കറ്റ് ടു ബൈ ആപ്പിൾസ്. ആപ്പിൾ അല്ലെങ്കിൽ വാട്ടർമെലൺ ആയിരിക്കുമല്ലോ. ആപ്പിൾ അല്ലെങ്കിൽ വാട്ടർമെലൺ, ഇതാണ് നമ്മൾ മാത്സ് എടുത്ത ഫ്രൂട്ട്. ആപ്പിൾ മതി. രാമു ഗോസ് ടു ദി മാർക്കറ്റ് ടു ബൈ ആപ്പിൾസ്. 1 kg of apples, അന്നത്തെ മാർക്കറ്റിലെ റേറ്റ് 1 kg of apple is equal to ₹80. കാണുന്നുണ്ടോ? 80 രൂപ. So Ramu's mom tells him, beta, buy 2 kgs for home, 1 kg for neighbor and half a kg for your girlfriend. Okay. Ramu's mom പറഞ്ഞു 2 kgs for home, 1 kg for neighbor and half kg, അര കിലോ for your girlfriend. So രാമന്റെ മോം ഇത്തിരി ബ്രോഡ് മൈൻഡഡ് ആണ്. കുഴപ്പമുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ സദാചാരം പുറത്തേക്ക് വരുന്നുണ്ടോ? ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഫ്രണ്ട്. അപ്പോൾ രാമുന്റെ അമ്മ 2, 1, അര. എത്ര കിലോ മേടിക്കാനാ പറഞ്ഞേ? 3.5. So Ramu's mom tells him so many things. ചോദ്യം, how much did Ramu pay in the market, അല്ലെങ്കിൽ to the shopkeeper? BB-കാരും BCom-കാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, കാൽക്കുലേറ്ററിനോട് അഗാധമായ പ്രണയം ഉള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, this subject is different guys. Over here BBA BCom-നോട് മാത്രമല്ല, BA-കാരോടും BCA-കാരോടും എനിക്ക് പറയാനുള്ളത്, ഈ എക്സാം മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് പോലെ തന്നെ, മറ്റ് ഓൺലൈൻ എക്സാംസ് പോലെ തന്നെ, ഈ എക്സാമിൽ യു ആർ നോട്ട് സപ്പോസ് ടു യൂസ് കാൽക്കുലേറ്റർ. ഒരു തരത്തിലും ഡിജിറ്റൽ ഡിവൈസ് അലൗഡ് അല്ല. അറിയാലോ അല്ലേ? തലയാക്കിയാൽ മതി. അറിയാലോ, ഒരു ഡിജിറ്റൽ ഡിവൈസും അലൗ ചെയ്യില്ല. കമ്പ്യൂട്ടറിലാണല്ലോ എക്സാം എന്ന് വിചാരിച്ച് സന്തോഷിക്കേണ്ട. ആ കമ്പ്യൂട്ടറുടെ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, എക്സാം എഴുതിയ ആൾക്കാർക്ക് ഓൾറെഡി അത് അറിയാം, ബാക്കിയുള്ളവർക്ക് അറിയാം. ആകെ കാൽക്കുലേറ്റർ അലൗ ചെയ്യുന്ന 2 കോമ്പറ്റേറ്റീവ് എക്സാം ഇന്ത്യ മഹാരാജ്യത്തിൽ, ഒന്ന് CPT, അതായത് ഫൗണ്ടേഷൻ എക്സാം, CA-ക്ക് വേണ്ടി, ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് വേണ്ടി എഴുതുന്ന എൻട്രൻസ് എക്സാം. BCom-കാർക്ക് അറിയാലോ അല്ലേ? അതിൽ കാൽക്കുലേറ്റർ അലൗഡ് ആണ്. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും വരുന്നുണ്ട്. അപ്പോൾ കാൽക്കുലേറ്റർ ഇല്ലാണ്ട് നടക്കില്ല. പിന്നെ MBA-ൻ്റെ എൻട്രൻസ് എക്സാംസിൽ CAT എക്സാം, IIM-ൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എഴുതുന്ന CAT എക്സാം, അതിലും എന്താണ്? കാൽക്കുലേറ്റർ അലൗഡ് ആണ്. വെർച്വൽ കാൽക്കുലേറ്റർ കമ്പ്യൂട്ടറിൽ വരും. അതല്ലാണ്ട് നിങ്ങൾ എഴുതുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനും കാൽക്കുലേറ്റർ അലൗഡ് അല്ല. പക്ഷെ നമ്മൾക്കാണെങ്കിൽ കാൽക്കുലേറ്റർ ഇല്ലാണ്ട് പറ്റൂല. ₹80 for 1 kilo, 2 കിലോ, 1 കിലോ, അര കിലോ, 3.5 കിലോ മേടിക്കണം എന്ന് സാർ ചോദിച്ചു. അതിന് നിങ്ങൾ പറഞ്ഞ ആൻസറാണ് 280. എല്ലാവരും 280 ഉറപ്പിച്ചില്ലേ? 1 തരം, 2 തരം, 3 തരം. ഇപ്പോൾ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് BCom-കാരും BBA-കാരും BCA-കാരും BA-കാരത്തെയും CBSE സിലബസിൽ പഠിച്ച ഒരാളായാലും സ്റ്റേറ്റ് സിലബസ് ആയാലും ഒരു വ്യത്യാസമില്ലാണ്ട് എല്ലാവരും 280 വളരെ പെട്ടെന്ന് പറഞ്ഞു. ഈ ഒരു ഉത്തരം പറയാൻ ഒരു വ്യത്യാസവും ഒരു കാറ്റഗറിയും അങ്ങനെ പ്രത്യേകിച്ച് ബാധിക്കില്ല. അത് എല്ലാവർക്കും ചിന്തിക്കാനുള്ള കോമൺ മാത്സ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ 2ാം ക്ലാസ്സിൽ ഈ ചോദ്യം വന്നപ്പോൾ ഇത്രയും പെട്ടെന്ന്, ഇത്രയും സിമ്പിളായിട്ടാണോ നിങ്ങൾ ഉത്തരം പറഞ്ഞിരുന്നത്? Ramu goes to the market to buy apples. 1 kg of apples is equal to ₹80. Ramu's mom tells him to buy 2 kgs for home, 1 kg for neighbor and half a kg for your girlfriend. What is the amount that Ramu paid to the shopkeeper? ഈ ചോദ്യം 5 മാർക്കിന് 2ാം ക്ലാസ്സിൽ വന്നപ്പോൾ നമ്മൾ എഴുതിയ ആൻസർ പേപ്പറിൽ എഴുതിയ ചില കാര്യങ്ങൾ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഓർമ്മയില്ല? ആദ്യം എന്താ എഴുതാ? നിങ്ങൾ നേരെ ആൻസർ എഴുതുക. ആൻസർ 280. 5 മാർക്ക് കിട്ടോ? അപ്പൊ ചില കാര്യങ്ങൾ എഴുതാറില്ലേ? എന്താ എഴുതാ?
Oh, cost of 1 kg given. അല്ലേ? ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും CBSE ആയാലും ICC ആയാലും സ്റ്റേറ്റ് ബോർഡ് ആയാലും എല്ലാവർക്കും കോമൺ ആയിട്ട് ഓർമ്മ വരുന്ന ഒരു സംഭവമാണ് ഗിവൻ. ഇത്തിരി കൂടി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ഇത്തിരി കൂടി ഹൈടെക് ആളാണെങ്കിൽ ഗിവൻ ഡേറ്റ അല്ലേ? അപ്പോൾ ഗിവൻ ഡേറ്റ എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് 1 kg ഓഫ് ആപ്പിൾസ് ഈസ് ഈക്വൽ ടു ₹80. ചോദ്യത്തിൽ തന്നെ കാര്യം തന്നെ വീണ്ടും എഴുതുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ കണ്ടിരുന്നത്. ചോദ്യത്തിൽ പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. എന്തിനു വേണ്ടി? ഇപ്പോൾ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഇറിറ്റേഷൻ ആണ്. പക്ഷെ അന്നൊക്കെ നമ്മൾ നിരത്തി വലിച്ചു വാരി എഴുതാറില്ലേ? ഓർമ്മയില്ലേ? ഇൻഫാക്ട് സാധിക്കുകയാണെങ്കിൽ ചിലർ ചോദ്യം എഴുതും ഇല്ലേ? ആരൊക്കെയില്ലേ ഇവിടെ? ഓർമ്മയുണ്ടോ? ആ തന്ന ചോദ്യമില്ലേ? രാമുന്റെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന വലിയ ചോദ്യമില്ലേ? രാമു തൊട്ട് ക്വസ്റ്റ്യൻ മാർക്ക് വരെ. ആ ചോദ്യം അതുപോലെ തന്നെ ആൻസർ പേപ്പറിൽ എഴുതിയിരുന്ന ആൾക്കാരെ എനിക്കറിയാം. അങ്ങനത്തെ ഒരാളെ എനിക്കറിയാം. നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഞാൻ തന്നെ. ഐ യൂസ് ടു ബിലീവ് പേപ്പറിന്റെ കട്ടി കൂടുന്നതനുസരിച്ച് വെയിറ്റ് ഓഫ് ദ പേപ്പർ വിൽ ഗിവ് മീ ദ വെയിറ്റേജ് ഓഫ് മാർക്സ്. അപ്പൊ ചോദ്യം അതുപോലെ ഒരു അര പേജ് ഉണ്ടാവും ചോദ്യം അല്ലേ? വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതും. അപ്പൊ ചോദ്യം അതുപോലെ തന്നെ എഴുതും. അപ്പൊ ഒരു അര പേജ് കഴിഞ്ഞു. പിന്നെന്താ? ഗിവൻ ഡേറ്റ കോസ്റ്റ് ഓഫ് 1 kg. kg ചിലപ്പോൾ കിലോഗ്രാം ഒക്കെ എഴുതുട്ടോ. കോസ്റ്റ് ഓഫ് 1 kilogram ഓഫ് ആപ്പിൾസ് ഈസ് ഈക്വൽ ടു ₹80 ഫുൾ സ്റ്റോപ്പ്. കഴിഞ്ഞ ഇനി എന്തോ എഴുതല്ലോ? ഇനി ഒരു സാധനം എഴുതല്ലോ. ഏറ്റവും വലിയ കോമഡി, അവർ നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നു, നമ്മൾ അവരോടൊരു 4 ചോദ്യം ചോദിക്കും. ഓർമ്മയില്ല വാക്ക്? ടു ഫൈൻഡ്. ചോദിച്ചത് എന്താണ്? ചോദ്യം പറഞ്ഞ ആൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ നമുക്കത് മതിയാവില്ല. നമുക്ക് പേജിന്റെ കട്ടി കൂട്ടുണ്ട്, നമുക്ക് ലെങ്ത് കൂട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അവരോട് ചോദിക്കുന്നു. അവരിങ്ങോട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നപ്പോൾ നമ്മൾ അവരോട് 4 ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്താ? ഫസ്റ്റ് ചോദ്യം, കോസ്റ്റ് ഓഫ് 2 kg ഓഫ് ആപ്പിൾ ഫോർ ഹോം ഇസ് ഈക്വൽ ടു ₹. ഇല്ലേ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാറില്ലേ? അടുത്തത്, കോസ്റ്റ് ഓഫ് 1 kg ഓഫ് ആപ്പിൾസ് ഫോർ നെയ്ബർ ഇസ് ഈക്വൽ ടു ₹? മൂന്നാമത്തെ ചോദ്യം, കോസ്റ്റ് ഓഫ് ½ kg ഫോർ ഗേൾ ഫ്രണ്ട് ഇസ് ഈക്വൽ ടു ₹? ഇനി ശരിക്കുള്ള ചോദ്യം, ടോട്ടൽ amount that Ramu paid to the shopkeeper is equal to ₹? ഒരു ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. ടീച്ചർ ഇങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുന്നു, ഞാൻ അങ്ങോട്ട് 4 ചോദ്യങ്ങൾ ചോദിക്കുന്നു അല്ലേ? എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് നമ്മൾ ചെയ്തിരുന്നത് സ്കൂൾ ഡേയ്സിൽ. നിങ്ങളല്ലേ, നിങ്ങളൊക്കെ ബുദ്ധിജീവികളാണ്, നിങ്ങൾ ഇതൊന്നും ചെയ്യാറില്ല. ഞാൻ എൻ്റെ തെറ്റാണ്, ഞാൻ മാത്രം ചെയ്തിട്ട് അല്ലേ? ഓക്കെ. ആൻഡ് അടുത്തത് സൊല്യൂഷൻ. ഇതൊക്കെ എഴുതി കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ ഒരു പേജ് കഴിഞ്ഞു. ചോദ്യം, ഗിവൻ ഡേറ്റ, ടു ഫൈൻഡ്, എൻ്റെ ഒരു പേജ് കഴിഞ്ഞു. ദ ടോട്ടൽ amount that Ramu paid to the shopkeeper is equal to ₹. എത്രയാ പറഞ്ഞു? ഇവിടെ എല്ലാവർക്കും കിട്ടി. നിങ്ങളൊക്കെ എക്സലൻറ്റ് ആര്യഭട്ടേൻ്റെ ആൾക്കാരാണ്, മാത്തമാറ്റീഷ്യൻസ് ആണ്. ഞാൻ പാവം, എൻ്റെ മാത്സ് വീക്കാണ്, എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് വിചാരിക്കും. പക്ഷെ എനിക്കൊരു പേടിയേ ഇല്ല, ഒരു കോൺഫിഡൻസ് കുറവില്ല. ഐ എം കൂൾ. ₹280 എന്ന ആൻസർ, ചോദ്യത്തിൻ്റെ ആൻസർ 280 ആണ്. ഇവിടെ ചോദ്യം ഹൗ മച്ച് ഡിഡ് റാമു പേ ടു ദ ഷോപ്പ് കീപ്പർ, അതിൻ്റെ ഉത്തരം 280 ആണ്. ആ ഉത്തരം എനിക്ക് കിട്ടിയില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ലാന്ന്. വൈ? 5 മാർക്കിൻ്റെ ഈ ചോദ്യത്തിൽ ആക്ച്വൽ ആൻസർ ₹280 ഞാൻ എഴുതിയാലും എഴുതിയില്ലെങ്കിലും എനിക്കൊരു ടെൻഷനില്ല. ഇത്രയും എഴുതിയ സ്റ്റെപ്പുകൾക്ക് എനിക്ക് എന്ത് കിട്ടും? മാർക്സ് കിട്ടും. ശരിയല്ലേ? 4 out of 5, 1 mark for the right answer. ഇനി ഞാൻ ഇത്തിരി മാത്സിലേക്ക് വരാം, എല്ലാവരും ശ്രദ്ധിക്കാം. 4 marks out of 5 എനിക്ക് കിട്ടി. 4 out of 5 is nothing but 40 out of 50. നമ്മൾ പെർസെൻറ്റേജ് ഒക്കെ ചെയ്യാൻ പോവാണ്, അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഇതിനെ കണ്ടാൽ മതി. 4 out of 5 is the same as 40 out of 50. ശരിയല്ലേ? യെസ്, 40 out of 50. 40 out of 50 is the same as 40ൻ്റെ ഡബിൾ എന്താ? 80. 50ൻ്റെ ഡബിൾ എന്താ? 100. 80 out of 100. അതായത് 100ൽ 80, which is nothing but 80%. ശരിയാണോ?
ചുരുക്കം പറഞ്ഞാൽ സ്കൂളുകാർ അല്ലെങ്കിൽ കോളേജുകാർ അല്ലെങ്കിൽ ചോദ്യം നമ്മളോട് ചോദിച്ചത് ഹൗ മച്ച് ഡിഡ് രാമു പേ ടു ദ ഷോപ്പ് കീപ്പർ ചോദ്യം. അതിൻ്റെ ഉത്തരം 280 280. അത് ഞാൻ പറഞ്ഞിട്ടില്ല, അത് ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല. എന്നിട്ടും എനിക്ക് എത്ര കിട്ടിയ 80% മാർക്ക്, 80% marks I got without giving the answer. Without giving the actual answer, I am getting 80% marks. ഇതാണ് നമ്മൾ വളർന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇതാണ് ഇത്രയും കാലം 10th വരെ 11th 12th ജൂനിയർ കോളേജ് ഡിഗ്രി വരെ നമ്മൾ കണ്ട് വളർന്ന പരിചയമുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം. പക്ഷെ അതേ ചോദ്യം ഞാൻ ഇവിടെ പറയുകയാണെങ്കിൽ, അതേ ചോദ്യം ഇവിടെ വരുമ്പോൾ ഹൗ മച്ച് ഡിഡ് രാമു പേ ടു ദ ഷോപ്പ് കീപ്പർ, ഓപ്ഷൻ 1 260, ഓപ്ഷൻ 2 ഓപ്ഷൻ എ 260, ഓപ്ഷൻ ബി 200, ഓപ്ഷൻ സി 280, അങ്ങനെ ഓപ്ഷൻസ് ആണ് തരാം. അതിലൊരു ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ചെയ്യണം. നിങ്ങൾ ചെയ്ത റഫ് വർക്ക്, നിങ്ങൾ ചെയ്ത വർക്കിംഗ് കോളം, നിങ്ങൾ എഴുതി കൂട്ടിയ കാര്യങ്ങൾ, ഇതൊന്നും ആരും അറിയുന്നില്ല. ഫോർ ദ റൈറ്റ് ആൻസർ യു വിൽ ഗെറ്റ് 1 മാർക്ക്. Okay, if you don't attempt, fine, come again next time. അടുത്ത എക്സാം അറ്റംപ്റ്റ് ചെയ്യാം. ആൻഡ് ഫോർ ദ റോങ് ആൻസർ ഓൾസോ യു വിൽ ഗെറ്റ് മാർക്ക്. പേടിക്കേണ്ട, റൈറ്റ് ആൻസറിന് മാത്രമല്ല റോങ് ആൻസറിനും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അങ്ങനെ ഒരു സിസ്റ്റം ഇതിനുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് മാർക്ക്, അല്ലേ? നെഗറ്റീവ് മാർക്ക് ഇഫ് ഐ എം നോട്ട് റോങ് ഈ എല്ലാ എക്സാംസിലും നമുക്കുണ്ട്. കേരള മാറ്റിലുണ്ടോ എനിക്കറിയില്ല, നിങ്ങളുടെ ആവശ്യമാണ് അന്വേഷിക്കുന്നത്. ഓക്കെ, സി മാറ്റിലൊക്കെ ഉണ്ട്. കേരള മാറ്റിലുണ്ടോ എനിക്കറിയില്ല, നിങ്ങൾ അന്വേഷിക്കും. ഓക്കെ, ഇല്ലേ? നെഗറ്റീവ് മാർക്ക് ഉണ്ട് അല്ലേ? അതെ. സോ റൈറ്റ് ആൻസറിന് ഇത്ര നെഗറ്റീവ് മാർക്ക് 0.25 അല്ലെങ്കിൽ 1/4, ചിലടത്ത് 1/3, ഡിപ്പെൻസ് ഓൺ ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി എക്സാം. അപ്പോൾ അങ്ങനെ സെയിം ചോദ്യം സ്കൂളിൽ ചോദിക്കുമ്പോഴും ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡിൽ ചോദിക്കുമ്പോഴും വരുന്ന ഡിഫറൻസ് അല്ലേ? ചിന്തിച്ച് കൂട്ടുന്ന എഴുതി കൂട്ടുന്ന കാര്യങ്ങളൊക്കെ വെറുതെ ആവാണ്, സമയം കളയാണ്. പറഞ്ഞു വന്നത് ആ ഒരു സിംപ്ലിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സിംപ്ലിസിറ്റി അധികം കാർഡീകരിച്ച്, നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വല്ലാണ്ട് വളർന്നു പോയി. BCom-ഉം BBA-യും BCA-യും ഒക്കെ കഴിഞ്ഞ് 20-21 വയസ്സായ നമ്മൾക്ക് ഇപ്പോൾ എക്സ്പാൻഷൻ കൂടി ബ്രെയിൻ ഉണ്ട്. ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കൂടുകയേക്കാണ്. പക്ഷെ ചില സിമ്പിൾ കാര്യങ്ങൾ നമ്മൾ മറന്നുപോയി. സിമ്പിൾ കാര്യങ്ങൾ മറന്നുപോയേക്കാണ്. ചെക്ക് ചെയ്യണം. ഡു യു വോണ്ട് ടു ചെക്ക് ഹൗ ഗുഡ് ഇസ് യുവർ മാത്സ് റൈറ്റ് നൗ വിത്തൗട്ട് കാൽക്കുലേറ്റർ? നിങ്ങളുടെ മാത്സ് ഇപ്പോൾ കാൽക്കുലേറ്റർ ഇല്ലാണ്ട് എന്തവസ്ഥയിലാണെന്ന് വല്ല ധാരണയുണ്ടോ? ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രോ ആയിരുന്നു, ടീസർ മാത്രം. നമ്മളിനി അങ്ങോട്ട് ഇതൊക്കെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്.